മാലികി യൗമിദ്ദീൻ. സൂറത്തുൽ ഫാത്തിഹയിലെ 4-ാമത്തെ സൂക്തമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ സൂക്തം ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലര് മാലിക്കി എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അല്പം ചരിക്കാറുണ്ട്, മേലിക്കി എന്ന് ഓതാറുണ്ട്. അത് ശരിയല്ല. മാലിക്കി യൗമിദ്ദീൻ. മാലിക്കി എന്ന വാക്ക് ദീർഘിപ്പിക്കേണ്ടത് 2 ഖദർ വീതമാണ്. അതിൻ്റെ അപ്പുറം ദീർഘിപ്പിക്കാൻ പാടില്ല. അതേപോലെ യൗമി എന്ന് വാക്കുച്ചരിക്കുമ്പോഴും യൗം എന്ന ദീർഘം അവിടെയും പാടില്ല. മാലികി യൗമിദ്ദീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക്കി യൗമിദ്ദീൻ എന്ന ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഓരോ വാക്കാർത്ഥത്തിലേക്ക് കടക്കാം. മാലിക്കി, രാജാവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ. യൗം, ദിവസം. അദ്ദീൻ, പ്രതിഫലത്തിന്റെ അല്ലെങ്കിൽ നിയമ നടപടിയുടെ. അങ്ങനെ ചേർത്ത് പറയുകയാണ് എങ്കിൽ മാലിക്കി യൗമുദ്ദീൻ എന്ന ആയത്തിന്റെ അർത്ഥം പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ സർവസ്തുതിയും അള്ളാഹുവിനാണ്, ഇരു ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിന്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്. അങ്ങനെ നമ്മൾ എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണമായിക്കൊണ്ട് ഇരു ലോകങ്ങളുടെയും രക്ഷിതാവ് എന്നും പരമകാരുണികൻ കരുണാനിധി എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ വിശേഷണമായിക്കൊണ്ട് നമ്മൾ പറയുന്നത് മാലിക്കി യൗമുദ്ദീൻ എന്നതാണ്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അങ്ങനെയുള്ള ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നതാണ് നമ്മൾ ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ മാലിക് എന്നാൽ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. വേറെ ഒരു ഖിറാഅത്തനുസരിച്ച് മലിക്കി യൗമുദ്ദീൻ എന്നും പറയാറുണ്ട്, വായിക്കാറുണ്ട്. അങ്ങനെയാവുമ്പോൾ ആ പാരായണ പ്രകാരം രാജാവ് എന്ന അർത്ഥമാണ് മലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്നായി മാറും. മാലിക്കി യൗമുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. മലിക്കി യൗമുദ്ദീൻ എന്നാണ് പാരായണം ചെയ്യുന്നത് എങ്കിൽ പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്ന അർത്ഥമാണ് വരിക. ഈ 2 ഖിറാഅത്തുകളും സ്വഹീഹായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ മാലിക്കി യൗമുദ്ദീൻ എന്നുള്ളതും മലിക്കി യൗമുദ്ദീൻ എന്നുള്ളതും ഇങ്ങനെ ഈ 2 രൂപത്തിലും പാരായണങ്ങൾ, ഖിറാഅത്തുകൾ സ്വഹീഹായ രൂപത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്നും അതുപോലെ തന്നെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, ആ 2 രൂപത്തിലായാലും ആ ദിവസത്തിലെ സർവാധിപതിയും ഏകാധിപതിയും അള്ളാഹു മാത്രമായിരിക്കുമെന്നുള്ളതാണ് ഈ ആയത്തിന്റെ താല്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രതിഫല ദിവസം എന്ന അർത്ഥം ഈ ആയത്തിൽ വരുന്നത് യൗമുദ്ദീൻ എന്ന പദത്തിൽ നിന്നാണ്. യൗമുദ്ദീൻ എന്ന പദങ്ങളിൽ നിന്നാണ് പ്രതിഫല ദിവസം എന്ന അർത്ഥം ഈ ആയത്തിൽ വരുന്നത്. ഇതിന് അദ്ദീൻ എന്ന പദത്തിന് അറബി ഭാഷയിൽ പല അർത്ഥങ്ങളുമുണ്ട്. മതം എന്ന അർത്ഥമുണ്ട്, ആചാരം എന്ന അർത്ഥമുണ്ട്, പ്രതിഫലം എന്ന അർത്ഥമുണ്ട്, അവസ്ഥ എന്നും അനുസരണമെന്നും പതിവ് എന്നും അങ്ങനെ ധാരാളം അർത്ഥങ്ങൾ അദ്ദീൻ എന്ന പദത്തിന് അറബി ഭാഷയിലുണ്ട്. എന്നാൽ ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അത് പ്രതിഫലം എന്നാണ് അതിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. നമ്മൾ ആ രൂപത്തിലാണ് പൂർവികരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്.
സൃഷ്ടികളുടെ സകല കർമ്മങ്ങളെയും സംബന്ധിച്ച് വിചാരണ നടത്തി തീരുമാനമെടുക്കുകയും അങ്ങനെ ഓരോരുത്തർക്കും തങ്ങളുടെ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ആ ഒരു മഹാദിനമായ ഖിയാമത്ത് നാളാണ് പ്രതിഫല ദിവസം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. എന്നാൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തെളിവ് എവിടെ നിന്നാണ്? ആ തെളിവ് നമുക്ക് അള്ളാഹു തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചു തരുന്നത് സൂറത്തുൽ ഇൻഫിത്താറിൽ അള്ളാഹു പറയുന്നു. യൗമുദ്ദീനിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. വമാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹ് ചോദിക്കുക. വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ്, സുമ്മമാ അദ്റാക മാ യൗമുദ്ദീൻ, വീണ്ടും പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണ് എന്ന് നിനക്കറിയുമോ എന്ന് അള്ളാഹ് ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് തുടർന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ. തുടർന്ന് ആയത്തിൽ കാണാം, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും അധീനപ്പെടുത്താനാവാത്ത ഒരു ദിവസം. അന്നേ ദിവസം കൈകാര്യ കർത്തൃത്വം അള്ളാഹുവിനായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇവിടെ വിചാരണ നടത്തുന്നതിന്റെയും അതുപോലെ തന്നെ പ്രതിഫലത്തിന്റെയും ഒക്കെ ദിവസം എന്നാണ് ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. അള്ളാഹുവിന്റെ അടിമകളെ വിചാരണക്കെടുത്ത് അന്ന് അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് നൽകുവാനുള്ള വേദിയാണ് സഹോദരങ്ങളെ പരലോകം എന്ന് പറയുന്നത്. ഇഹലോകത്തിന് ഒരു അവസാനം കുറിക്കുന്ന ഈ ദിവസത്തിന് അള്ളാഹു ധാരാളം പേരുകൾ വിളിച്ചിട്ടുണ്ട്. യൗമുൽ ഖിയാമ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം, അൽ ആഖിറ എന്ന് നമുക്ക് കാണാം, അദ്ദാറുൽ ആഖിറ, അസ്സാഅ, യൗമുൽ ബഅസ്, അൽ ഖാരിയ, ഇങ്ങനെ നിരവധി പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യൗമുദ്ദീനിനെ കുറിച്ച് വിളിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെയുള്ള ഒരു പേരാണ് സൂചിപ്പിക്കപ്പെട്ടത്. യൗമുദ്ദീൻ എന്നത് ഈ രൂപത്തിൽ ഇഹലോകത്തിന് അവസാനം കുറിക്കുന്ന ഒരു ദിവസത്തിന് അള്ളാഹു നൽകിയ ധാരാളം പേരുകളിൽ ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രശസ്ത തഫ്സീർ പണ്ഡിതനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ, അദ്ദേഹം ഹിജ്റ 661 മരണപ്പെട്ട പണ്ഡിതനാണ്. ഈ അന്ത്യനാളിന് വ്യത്യസ്തമായ ധാരാളം പേരുകൾ നൽകപ്പെട്ടതിലെ യുക്തി എന്താണ്, അതിലെ രഹസ്യം എന്താണ് എന്ന് ഉണർത്തിക്കൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറയുന്നുണ്ട്. കാര്യം ഗൗരവമായതിനെയെല്ലാം പല വർണ്ണനകളും പല പേരുകളും നൽകിക്കൊണ്ട്, ധാരാളം പേരുകൾ നൽകിക്കൊണ്ട് ആളുകൾ പറയാറുണ്ട്. അറബി ഭാഷയിൽ ധാരാളമായിട്ട് ഈ രൂപത്തിലുള്ള വർണ്ണനകൾ അതുപോലെ തന്നെ പേരുകളുമൊക്കെ ധാരാളം ഗൗരവമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അറബികളിൽ വാളിന് വലിയ സ്ഥാനമുണ്ട്, വലിയ മഹത്വമുണ്ട്, അതിന്റെ ഉപയോഗവും പ്രയോഗവും ഒക്കെ ഗൗരവമായി എടുക്കുന്ന ആളുകളാ അറബികൾ. അതുകൊണ്ട് തന്നെ 500ഓളം പേരുകൾ വാളിന് ഉപയോഗപ്പെടുത്താറുണ്ട് എന്ന്, ആ വാളിന്റെ അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ വർണ്ണിച്ചുകൊണ്ടുമൊക്കെ 500ഓളം പേരുകൾ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. പണ്ഡിത് നമ്മളുടെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റു പല വസ്തുക്കൾക്കും ഈ രൂപത്തിലുള്ള പേരുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യനാളിന്റെ കാര്യം അത് ഗൗരവമായതുകൊണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഭീകരതയും കഠിനമായതുകൊണ്ട് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതിൽ ധാരാളം നാമങ്ങൾ വെക്കുകയും പലതരം വിശേഷണങ്ങൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ മുഫസ്സിർ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ പ്രതിഫല ദിവസത്തെ വിശിഷ്യ എടുത്തു പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹു ഭൂമിയിൽ ഉടമാവകാശം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ധാരാളം മനുഷ്യന്മാർ, അവർക്കെല്ലാം എന്തുണ്ട്? ആ മനുഷ്യന്മാർ ഉടമകളായിട്ടുണ്ട്, അടിമകളായിട്ടുണ്ട്, രാജാക്കന്മാരായിട്ടുണ്ട്. എന്നാൽ ഖിയാമത്ത് നാളിൽ ആ ഒരു രൂപത്തിലുള്ള ആധിപത്യം ആരിലും നമുക്ക് കാണാൻ കഴിയുകയില്ല. ആ ആധിപത്യം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. സൂറത്തു ഗാഫിറിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൗമഹും ബാരിസൂൻ ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈഅ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവർ വെളിക്കു വരുന്ന ദിവസമാണ് അത്. അവരെ സംബന്ധിച്ച് യാതൊരു കാര്യവും അള്ളാഹുവിന് ഗോപ്യമായിരിക്കുകയില്ല. ഈ ദിവസം ആർക്കാണ് രാജാധികാരം? ലിമനിൽ മുൽക്കുൽ യൗം, ഈ ദിവസം ആർക്കാണ് രാജാധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിനാണ് ആ രാജാധികാരമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. ഇനി നോക്കൂ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ 3 ചെറിയ ആയത്തുകൾ
സൂറത്തുൽ ഫാത്തിഹയിലെ 3 ചെറിയ ആയത്തുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്തുതിയും അള്ളാഹുവിന് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുവാൻ പോരുന്ന അള്ളാഹുവിന്റെ ചില ഉത്കൃഷ്ടമായ വിശേഷണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ തുടർന്ന് വിശദീകരിച്ചത്. റബ്ബുൽ ആലമീനാണ്, അതായത് ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി എന്ന് പറഞ്ഞു. അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കൂ, കേവലം 3 ചെറുവാക്യങ്ങളിലായി എടുത്തു കാണിച്ച അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഓരോന്നും അറിയിച്ചു തരുന്ന അതിന്റെ അർത്ഥതലങ്ങളുടെ അഗാധതയും വൈപുല്യവും മനസ്സിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. എല്ലാ സ്തുതി കീർത്തനങ്ങൾക്കും യഥാർത്ഥത്തിൽ അർഹനായിട്ടുള്ളവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് നമുക്ക് തീർച്ചയായും ബോധ്യപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ഈ ഉത്കൃഷ്ട ഗുണങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഒരു അടിമ അവന് സ്തുതികീർത്തനം ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് ഏറെ അടുത്ത ഒരു പ്രതീതി ആ അടിമയുടെ മനസ്സിൽ പ്രകടമാകുന്നതാണ് സഹോദരങ്ങളെ. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് അത് 2 രൂപത്തിൽ പാരായണം ചെയ്യപ്പെടാറുണ്ട് എന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. മാലികി എന്നും മലിക്കി എന്നും പാരായണത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇത് രണ്ടും അള്ളാഹുവിന്റെ വ്യത്യസ്തമായ 2 നാമങ്ങളാണ്, 2 ഇസ്മുകളാണ് സഹോദരങ്ങളെ. ആ നാമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട അള്ളാഹുവിന്റെ മാലിക് എന്ന നാമമുണ്ട്. അതുപോലെ തന്നെ ആ ആയത്തിന്റെ വ്യത്യസ്ത പാരായണത്തിൽ മലികി യൗമിദ്ദീൻ എന്ന പാരായണവും സ്വഹീഹായി വന്നിട്ടുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ രാജാവ് എന്ന അർത്ഥം വരുന്ന മലിക് എന്ന നാമവും ആ ആയത്തിൽ പരിഗണിച്ചുകൊണ്ട് ഈ 2 നാമങ്ങളെക്കുറിച്ചും പഠിക്കണമെന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് അൽ മാലിക് എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മാലിക് യൗമിദ്ദീൻ, മാലിക് എന്ന നാമം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ്. ഉടമസ്ഥൻ എന്നതാണ് അൽ മാലിക് എന്ന അള്ളാഹുവിന്റെ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹു ഉടമപ്പെടുത്തുന്നതാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. യാതൊരു കുറവും ഒരു തരത്തിലുള്ള ന്യൂനതയുമില്ലാത്ത വിധത്തിൽ സമഗ്രവും സമ്പൂർണവുമായ ഉടമസ്ഥതയാണ് അള്ളാഹുവിനുള്ളത്. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വഇലല്ലാഹിൽ മസീർ. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമെന്ന് സൂറത്തു നൂറിലെ 42-ാമത്തെ ആയത്തിൽ കൃത്യമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെയും അതുപോലെ തന്നെ പരലോകത്തിന്റെയും ഉടമസ്ഥത അത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള വിഷയം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വയൗമ തഖൂമുസ് സഅതു യൗമഇദിൻ യഖ്സറുൽ മുബ്തിലൂൻ. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസമുണ്ടല്ലോ, അന്നായിരിക്കും അസത്യവാദികൾക്ക് നഷ്ടം നേരിടുന്ന ദിവസമെന്ന് സൂറത്തു ജാദിയയിലെ 27-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ഉടമസ്ഥതയെ കുറിക്കുന്ന മാലിക് എന്ന ഈ നാമം പരിശുദ്ധ ഖുർആനിൽ 2 തവണ വന്നിട്ടുള്ളത് നമുക്ക് കാണാം. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയിലാണ് മാലിക് എന്ന അള്ളാഹുവിന്റെ നാമം വന്നിട്ടുള്ളത്. രണ്ടാമത്തേത് സൂറത്തു ആൽ ഇംറാനിലാണ് ഈ നാമം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അൽ മാലിക് എന്ന നാമം ഹദീസുകളിലും വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന അഖ്നഅ ഇസ്മിൻ ഇൻദല്ലാഹി റജുലുൻ തസമ്മ മലിക്കൽ അംലാക്. മലിക്കുൽ അംലാക്ക് അഥവാ രാജാതിരാജൻ എന്ന് പേര് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധിക്ഷിപ്തനായിട്ടുള്ള വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരിക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലാ മാലിക ഇല്ലല്ലാഹ്, മാലിക്കായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരിക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹു തന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്ന
വിജയിക്കുന്നത് അവൻ ഉദ്ദേശിക്കും വിധം പ്രവർത്തിക്കുന്നത് കൊണ്ട് അള്ളാഹുവാണ് മാലിക്കുൽ മുൽക്ക് എന്നുള്ള വിഷയം നമ്മൾ ഗൗരവമായിട്ടെടുക്കണം. ആരെയും നമ്മൾ രാജാതിരാജൻ എന്ന രൂപത്തിൽ അഭിസംബോധന ചെയ്യാൻ പാടുള്ളതല്ല. അത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു വിഷയമായിക്കൊണ്ട്, അള്ളാഹുവിങ്കിൽ ഏറ്റവും അധിക്ഷിപ്തനായ വ്യക്തിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒരു രാജാവിനെയും ഈ ദുനിയാവിലുള്ള ഒരാളെയും നമ്മൾ മാലിക്കുൽ അംലാക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പാടുള്ളതല്ല, രാജാതിരാജൻ എന്ന് വിശേഷിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു ആണ് മാലിക്കുൽ മുൽക്ക്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അള്ളാഹുവിന്റെ അൽ മാലിക് എന്ന നാമം വന്നിട്ടുള്ളത് സൂറത്ത് ആൽ ഇംറാനിൽ എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇക്കാര്യം അള്ളാഹു കൃത്യമായി വ്യക്തമാക്കുന്നത് കാണാം. കുൽ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, മാലിക്കുൽ മുൽക്കായ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാണ്, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ എന്ന് വിളിക്കാൻ. എന്നിട്ട് നമ്മളോട് ചോദിക്കാൻ, എന്താ? തൂത്തിയൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശമാണ് നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. തൂലിജുൽ ലൈല ഫിൻ നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാവിനെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യത്തി വതുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ, ജീവനില്ലാത്തതിൽ നിന്ന് നീ ജീവിയെ പുറത്തു വരുത്തുന്നു, ജീവിയിൽ നിന്ന് ജീവനില്ലാത്തതിനെയും നീ പുറത്തു വരുത്തുന്നു. വതർസുഖു മൻ തശാഹു ബിഗൈരി ഹിസാബ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ നൽകുകയും ചെയ്യുന്നു എന്ന് സൂറത്തു ആൽ ഇംറാനിലെ 26, 27 ആയത്തിൽ പറയുന്നു. അവിടെ ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ അള്ളാഹുവാണ് മാലിക്കൽ മുൽക്ക്, അള്ളാഹുവാണ് ആധിപത്യത്തിന്റെ ഉടമസ്ഥനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ മലക്കൂത്ത് അഥവാ അള്ളാഹുവിന്റെയാണ് ആധിപത്യമെന്നും അതുപോലെ തന്നെ മുൽക്ക് അധികാരത്തിന്റെയും ഒക്കെ ഉടമസ്ഥത അത് അള്ളാഹുവിന് മാത്രമാണ്, അതിൽ യാതൊരു പങ്കാളിയുമില്ല എന്ന് കൃത്യമാക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹു ഇവിടെ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ആർക്കാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് നമുക്ക് കാണാം. ഖുർആൻ അവതരിപ്പിച്ചത് ആരാണ് എന്ന് അവൻ പറയുകയാണ്, അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ അവനാണ് അത് അവതരിപ്പിച്ചത്. വലം യത്തഖിദ് വലദ, അവനൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ നിന്ന് അവന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല എന്ന് സൂറത്തുൽ ഫുർഖാനിലെ 2-ാമത്തെ ആയത്തിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇങ്ങനെ ഈ വിവരങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടത് നമ്മൾ അറിയുമ്പോൾ കൃത്യമായ ഒരു ധാരണ, കൃത്യമായ ഒരു അറിവ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലും അള്ളാഹുവിന്റെ കൃത്യനിർവഹണത്തിലൊന്നും ആർക്കും ഒരു പങ്കുകാരുമില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ് എന്നർത്ഥം. അള്ളാഹുവാണ് പറയുന്നത്, ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് സഹോദരങ്ങളെ, അത് നമ്മളെയെല്ലാം സൃഷ്ടിച്ച നമ്മളുടെ റബ്ബായ അള്ളാഹു ആണ് എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. മുഴുവൻ ആധിപത്യവും ഉള്ളത് സഹോദരങ്ങളെ അത് അള്ളാഹുവിനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് സൂറത്തു മുൽക്കിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കൈവശമാണ് ആധിപത്യമുള്ളത്, അവൻ അനുഗ്രഹപൂർണനാണ് എന്നർത്ഥം. ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ മാലിക്, അള്ളാഹുവാണ് മാലിക് എന്നുള്ള വിഷയം. മുൽക്ക് അതിന്റെ മുൽക്ക് കൈവശമുള്ളത് അത് അള്ളാഹുവിനാണ്, അതിൽ യാതൊരാൾക്കും പങ്കുകാരില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണ്. മുഴുവൻ കാര്യങ്ങളുടെയും മലക്കൂത്ത്, ആധിപത്യം അത് ഏതൊരുവന്റെ കയ്യിലാണോ അവനെ തസ്ബീഹ് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്ത് നമുക്കെല്ലാം സുപരിചിതമാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹിൽ മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ, മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ നിങ്ങൾ മടക്കപ്പെടുന്നത്
പോകുന്നത് ആരുടെ അടുത്തേക്കാണോ അവൻ എത്രയോ പരിശുദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മുഴുവൻ ആധിപത്യവും ഏതൊരുവന്റെ കയ്യിലാണോ അവന് മാത്രമാണ് തക്ബീറും തഹ്മീദും ചെല്ലേണ്ടത്. അതുകൊണ്ട് അവനെ നിങ്ങൾ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രാഹിലെ 111 ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യും മിനദ്ദുല്ലി വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളിയില്ലാത്തവനും നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതിയും, സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് നീ പറയുകയും അവനെ ശരിയാം വണ്ണം മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്ന് സൂറത്തു ഇസ്രായിലെ 111 ആയത്തിലൂടെ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നീ മഹത്വപ്പെടുത്തണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, സർവസ്തുതിയും ആ അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറയുമ്പോൾ, അവന് നിങ്ങൾ വാഴ്ത്തണം, അവന് നിങ്ങളെ പുകഴ്ത്തണം എന്നൊക്കെ പറയുമ്പോൾ സഹോദരങ്ങളെ, ആ വാഴ്ത്തലും ആ പുകഴ്ത്തലും ആ സ്തുതിക്കലും ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അർ-റഹ്മാനുർ റഹീം എന്ന് നമ്മൾ പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ പറയുന്നതാണ് മാലിക് യൗമുദ്ദീൻ. മാലിക് യൗമുദ്ദീൻ, അതെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു അൽ ഹംദ്, സർവസ്തുതിയും എന്നുള്ളത്. ആ വിഷയവും ആ ആയത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു സഹോദരങ്ങളെ. ഇത് നമ്മൾ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, നമസ്കരിക്കുന്ന സമയത്ത് മാലിക് യൗമുദ്ദീൻ എന്ന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹുവിന്? അവനാണ് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഈ ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ ഓതുമ്പോൾ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, മാലിക് യൗമുദ്ദീൻ എന്ന് ഓതിക്കഴിഞ്ഞാൽ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അൽ മാലിക് എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്ന ഉടമസ്ഥത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവാണ്. ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയില് അത് പ്രതിഫല ദിവസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മാലിക് എന്ന നാമം ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹുവിന്റെ ഇതേ നാമം ഉപയോഗിച്ചിട്ടുള്ളത് സൂറത്ത് ആൽ ഇംറാനിലാണ്. സൂറത്തുൽ ആൽ ഇംറാനിൽ ഈ ആയത്ത് സഹോദരങ്ങളെ അത് ഉപയോഗിക്കുന്നത് അത് അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ ഉടമസ്ഥതയെ മുഴുവൻ വിശദീകരിക്കുന്ന രൂപത്തിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ അള്ളാഹു ആധിപത്യം നൽകുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു ആ ആധിപത്യം എടുത്തു നീക്കുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ പ്രതാപം നൽകുന്നുണ്ട്. ഈ ദുനിയാവിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ്യത വരുത്തുന്നുണ്ട് സഹോദരങ്ങളെ. ആ നിന്ദ്യത വരുത്തുന്നതിന്റെയും ആധിപത്യം നൽകുന്നതിന്റെയും അതെല്ലാം എടുത്തു കളയുന്നതിന്റെയും അതുപോലെ തന്നെ പ്രതാപം നൽകുന്നതിന്റെയും അതിന്റെയൊക്കെ അധികാരമുള്ളത്, ഉടമസ്ഥതയുള്ളത് അത് അള്ളാഹുവിന്റെ കൈവശമാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് അള്ളാഹു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, രാവിനെ അള്ളാഹു പകലിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നുണ്ട്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവിയെ പുറത്തു വരുത്തുന്ന അള്ളാഹു, ജീവിയിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തു വരുത്തുന്ന അള്ളാഹു. അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ കുറിച്ച്, രക്ഷാകർതൃത്വത്തെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ മുഴുവൻ ആധിപത്യവും അത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അൽ മാലിക് എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്ന ഉടമസ്ഥത അത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ ഗ്രഹിക്കണം. പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു മാലിക്കാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതേ ആയത്തിന്റെ വ്യത്യസ്ത പാരായണത്തിലുള്ള അൽ മലിക് എന്ന നാമം അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. രാജാവ് എന്ന അർത്ഥം വരുന്ന അത് ഏതൊക്കെ തലത്തിലാണ് നമ്മൾ അത് ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.